ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന നമ്മളുടെ കണ്ണൂരിലെ കൊട്ടിയൂരിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ നാട്ടിലെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. ഞങ്ങൾ ഇപ്രാവശ്യം ജീപ്പിലാണ് കൊട്ടിയൂരൊക്കെ പോയത്. ആദ്യമായിട്ടാണ് കൊട്ടിയൂരൊക്കെ ഇങ്ങനെ ജീപ്പിലെല്ലാം പോകുന്നത്. കൊട്ടിയൂരിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. രണ്ട് കല്ലുകൾ, ഈ പുഴയിൽ കിട്ടുന്ന ഈ രണ്ട് കല്ലുകൾ വരച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കുറച്ചൊക്കെ ഞാനിപ്പോ രണ്ട് കല്ലെടുത്ത് ഉറക്കാം. അപ്പൊ എനിക്ക് ഭസ്മാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ശിവനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഞാൻ ഭസ്മം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കല്ല് വരച്ചപ്പോ എനിക്ക് ഭസ്മാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ പോയി നോക്കിയാലോ. ഒരുപാട് എന്താ പറയാ കല്ലുകൾ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ കല്ലെടുത്തത്. കറക്റ്റ് ചന്ദനം കിട്ടിയത്. അപ്പൊ വിഷ്ണു ഭഗവാനെയാണ് ഈ ചന്ദനം കൊണ്ട് നമ്മൾ എന്താ പറയാ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതാണ് കൊട്ടിയൂരിന്റെ ഐതിഹ്യം. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കുങ്കുമവും കിട്ടും. അത് ദേവിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കണ്ടു, നമ്മളെ യാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അപ്പൊ കൊട്ടിയൂരിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മുഖമഴയാണ് സത്യം പറയാലോ. ഇപ്പോഴും കണ്ടോ, യാഗം നടന്ന സ്ഥലം പോലെന്നല്ല, ഇപ്പോഴും അവിടെ നടക്കുന്ന പോലെയാണ് ആ ഒരു ഇത്. കണ്ടോ പുക. നമ്മൾ കൊട്ടിയൂരിന്റെ അടുത്തടുത്ത് എത്തുമ്പോൾ ഇതേപോലെ പുക ഇങ്ങനെ അടുത്തടുത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. அடடா இவளாய பக்கத்துல அழகா சிரிச்சானா வெக்கத்துல சதஞ்ச